തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ബി.ആർ. അംബേദ്കർ പോലും സനാതന ധർമ്മത്തെ എതിർത്തിരുന്നു എന്നുള്ള ഒരു വസ്തുതയുണ്ട്. ഹിന്ദുമതം സമൂഹത്തിൽ ഒരു ജാതി വിവേചനം സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ബ്രാഹ്മണ ദൈവശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുകയാണ് എന്ന് വാദിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കേണ്ടതാണ് എന്നൊരു ചിന്ത അംബേദ്കർ പ്രകടിപ്പിച്ചിരുന്നു. അതുതന്നെയാണ് ഈ ഹിന്ദുമതത്തിന്റെ ഒരു പ്രത്യേക രൂപം തെറ്റായ വിശ്വാസങ്ങളുടെ ഒരു ഏകീകൃത മേഖലയാണ് എന്നൊക്കെയാണ് പെരിയാർ വാദിച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കടുത്ത നിരീശ്വരവാദത്തിലേക്കൊക്കെ പെരിയാർ കടന്നു പോവുകയും ഒക്കെ ചെയ്തത്. സനാതന ധർമ്മത്തെ അങ്ങനെ വെറുതെ എതിർക്കാനാവില്ല, അതിനെ ഉന്മൂലനം തന്നെ ചെയ്യണമെന്നാണ് എഴുത്തുകാരുടെ സമ്മേളനത്തിൽ വെച്ചിട്ട് ചെന്നൈയിൽ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. ഉണ്ടായ പുകിലുകൾ വിവാദങ്ങളൊന്നും ചെറുതല്ല. പക്ഷേ DMK ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയതുമില്ല. ഇത് ഇപ്പോൾ തുടങ്ങുന്ന ഒരു നിലപാടല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയത്തിന് തുടക്കം മുതൽ സനാതന ധർമ്മവും അതോടൊപ്പം തന്നെ ദ്രാവിഡ ചിന്തയും തമ്മിലുള്ള ആ ഒരു റിഫ്റ്റ് അതേപടി നിലനിൽക്കുന്നു. അതിനെ രാഷ്ട്രീയപരമായി കൂടി എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? അപർണ, നമ്മൾ ഏറ്റവും ഒടുവിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ഡെങ്കിയും കൊറോണയും ഒക്കെ പോലെ എതിർക്കപ്പെടേണ്ട ഒന്നല്ല, നശിപ്പിക്കേണ്ട ഒന്നാണ് സനാതന ചിന്ത എന്നുള്ളതാണ്. അത് പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഈ വിശ്വാസികളെല്ലാം ഉണ്ടായാലും തമിഴരുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇവരുടെ വിശ്വാസികളും അല്ലെങ്കിൽ ഈ വിശ്വാസമെല്ലാം ആചരിക്കുകയും ഇതെല്ലാം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും അതിനെതിരായ ശബ്ദമാണ് ഞങ്ങളുടെ യഥാർത്ഥ ജീവിതം അല്ലെങ്കിൽ ഞങ്ങളുടെ കാതൽ എന്ന് പറയുന്നത് ഇതിന് വിരുദ്ധമായ ഒന്നാണെന്നും അതിനെ ഒരാൾ പറയുന്നതിനോട് എതിരായ നിലപാട് സ്വീകരിക്കുക, അതിനെ വൈകാരികമായി കാണുകയോ ചെയ്യുന്നില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലാണ് പോലും ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയൊക്കെ മതപരമായിട്ടൊക്കെ എടുക്കാനും അല്ലെങ്കിൽ അത്തരം വൈകാരികമായിട്ടൊക്കെ എടുക്കാനും ഒക്കെ കുറേ ആളുകളെങ്കിലും തയ്യാറാകുന്നുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോഴും അങ്ങനെ പറയുമ്പോൾ അതിനെ അനുകൂലിക്കാൻ തമിഴിലെ വ്യത്യസ്ത രാഷ്ട്രീയക്കാരായ ആളുകൾ പോലും തയ്യാറാവുന്നു എന്നുള്ളതുകൊണ്ട്. പക്ഷേ ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് എന്തോ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടതാണെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും, എല്ലാ ബ്രാഹ്മണൻ മുതൽ ആദിവാസി വരെയുള്ള എല്ലാ ഹിന്ദുക്കൾക്കും ഇത് യോജിക്കുന്ന ഒന്നാണെന്നും ഒക്കെ കരുതുന്ന ഒരു ഘട്ടത്തിൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കടക്കം അത് ഭീഷണിയായി മാറുകയും ഈ ഉദയനിധി സ്റ്റാലിനും ഒക്കെ പങ്കെടുക്കാൻ സാധ്യതയുള്ള ഇന്ത്യ മുന്നണിയുടെ യോഗം കമൽനാഥ് നടത്താനിരുന്നതാണ് മധ്യപ്രദേശിൽ വെച്ച്. ആ യോഗം തന്നെ വേണ്ടാന്ന് കമൽനാഥ് തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ കമൽനാഥിന് അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും തമിഴ്നാടിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഈ സനാതനം എന്ന് പറയുമ്പോൾ അത് ശാശ്വതമായ സത്യം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശാശ്വതമായത് എന്നുള്ളത് മാറ്റമില്ലാത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ മാറ്റമില്ലാത്തതല്ല, മാറ്റം വേണം എന്നുള്ളതാണ് പെരിയാർ മുതൽ മുന്നോട്ട് വെക്കുന്ന ആശയം. ഈ സമൂഹത്തിലുണ്ടായിരിക്കുന്ന ഒന്നും ശാശ്വതമായതൊന്നുമില്ല, എല്ലാത്തിനും മാറ്റം വേണം, കാലത്തിനനുസരിച്ച് മാറ്റം വേണം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകൾക്കായാലും ഇവരുമായി യോജിക്കാൻ കഴിയും. അത്തരം ആശയങ്ങൾ പെരിയാറിൻ്റെ തന്നെ യാത്രയിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് യൂറോപ്പും സോവിയറ്റ് യൂണിയനും അന്ന് ബ്രിട്ടീഷ് മലയും ഒക്കെ സന്ദർശിച്ച് മടങ്ങി വരുന്നതിന് ശേഷമാണ് അദ്ദേഹം ഈ ആശയ രൂപത്തിലേക്കൊക്കെ കൊണ്ടുവരികയും അദ്ദേഹത്തിന് ഇത്തരം ആശയങ്ങളൊക്കെ അദ്ദേഹം ഒരു 4-5 വർഷം നീളുന്ന ഒരു യാത്ര, യൂറോപ്യൻ യാത്രയും എല്ലാം നടത്തിയ ശേഷമാണ് ഈ പുതിയൊരു മനുഷ്യനായി വന്നുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങളിലേക്കൊക്കെ അദ്ദേഹം എത്തുന്നത് പൂർണ്ണമായും. അത് അത്തരം ഒരു ആശയമാണ് തുടക്കം മുതൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് സനാതനത്തിനെതിരാണ്. അവർ സനാതനത്തെ കാണുന്നത്, സനാതനം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ ഹിന്ദുക്കളുമായിട്ടോ ഇന്ത്യയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതല്ല. അത് അധികാരത്തെ രൂപപ്പെടുത്താൻ വേണ്ടി, അധികാരം കയ്യിൽ വെക്കാൻ വേണ്ടി ബ്രാഹ്മണർ എങ്ങനെയാണോ അംബേദ്കർ പറഞ്ഞത് അതുപോലെ തന്നെ ബ്രാഹ്മണർ ഉപയോഗിച്ചിരുന്ന ഒരു സിദ്ധാന്തമാണ് ഈ സനാതനം എന്ന് പറയുന്നത്. ശാശ്വതമായ കുറേ കാര്യങ്ങളുണ്ട്, അത് ബ്രാഹ്മണരുമായി ബന്ധപ്പെട്ടതാണ്. ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ ബ്രാഹ്മണരെ സഹായിക്കുമ്പോഴാണ് പുണ്യം ഉണ്ടാകുന്നത്. ബ്രാഹ്മണർക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്, അവരാണ് വരേണ്ടത് എന്നുള്ള തരത്തിലേക്കൊക്കെ ഉള്ള ആ ധർമ്മത്തെ പൂർണ്ണമായും എതിർക്കുക, അതിനെ പൂർണ്ണമായും തന്നെ എതിർത്തുകൊണ്ട് മാറ്റം വരണം. ഈ സമൂഹത്തിൽ ഇന്ന് വരെ നിലനിന്നിരുന്ന സനാതനമായ എല്ലാ കാര്യങ്ങളെയും മാറ്റം വരുത്തിക്കൊണ്ട് സാധാരണ മനുഷ്യർക്ക് അവകാശത്തിലേക്ക് വരണം എന്നുള്ളതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ ഈ അണ്ണാദുരൈ വന്നതിന് ശേഷമാണ് ഈ മദ്രാസ് സ്റ്റേറ്റ് തമിഴ്നാട് എന്നുള്ളത് പോലും ആക്കുന്നത്. വെച്ചാൽ തമിഴരുടെ വികാരം അവർക്ക് ഉണ്ടായിരുന്നത്, അവർക്ക് മദ്രാസ് സ്റ്റേറ്റല്ല, അവരുടെ തമിഴ്നാടാണ്, തമിഴിൻ്റെ നാടാണ്. അതുകൊണ്ടാണ് അവർ തമിഴ്നാട് എന്ന പേര് അണ്ണാദുരൈയാണ് നൽകുന്നത്. അതിനു മുമ്പ് വരെയും സ്വാതന്ത്ര്യ ശേഷം അതിനു മുമ്പ് വരെയും മദ്രാസ് സ്റ്റേറ്റായിട്ട് നിന്നതാണ്. അപ്പോൾ ആ തരത്തിലേക്കെല്ലാം ഈ സനാതന ധർമ്മത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ സനാതന ധർമ്മം എന്ന് പറയുന്നത് തമിഴർ പൊതുവെ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അവർ കരുതുന്നത് അവരുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി തന്നെ ഇത് തമിഴർക്ക് വിരുദ്ധമാണ്, അടിസ്ഥാന ജനവിഭാഗത്തിന് വിരുദ്ധമാണ്. ഇത് ഒരു ചെറു ന്യൂനപക്ഷം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ 2-3% മാത്രം ഉണ്ടായിരുന്ന ബ്രാഹ്മണർക്ക് മാത്രം സഹായിക്കുന്ന അവരുടെ അധികാര ഘടനയെ രൂപപ്പെടുന്നതാണ്. ഇത് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതല്ല എന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ചിന്താധാരയിലാണ് തമിഴർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഉദയനിധി സ്റ്റാലിൻ്റെ വാക്കുകൾ കൊണ്ട് ഉദയനിധി സ്റ്റാലിനായാലും DMKക്കായാലും നേട്ടം കൂടുതലാണ് ഉണ്ടാവുന്നത്. ഈവൻ ആലോചിക്കണം, വിശ്വാസിയൊക്കെ ആയിരുന്ന ജയലളിതയെ പോലും തമിഴ്നാട്ടിൽ
ചെയ്തത് എന്താണ്, അത് അവർ പോലും ഈ തരത്തിലേക്ക് ഈ ദ്രാവിഡ ആശയങ്ങളൊക്കെയാണ് അവർ മുൻപോട്ട്, അവർ അല്ലാതെ പൂജകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും അവർ പുറമേക്ക് പറയാൻ വെച്ചിരുന്നത് ദ്രാവിഡ ആശയങ്ങളാണ്. വെച്ചാൽ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് തമിഴ് രാഷ്ട്രീയത്തിന് ഇപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് അവിടെ ഗുണം ചെയ്യും. പക്ഷേ ദേശീയ തലത്തിൽ മാറിയ ദേശീയ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഈ സനാതനത്തിനെതിരെയൊക്കെ പറയുന്നത് അംബേദ്കറോ അല്ലെങ്കിൽ ഇപ്പോൾ ദൈവമില്ല എന്ന് പെരിയാർ പറഞ്ഞതൊക്കെ ഇപ്പോൾ ദേശീയ തലത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ആലോചിച്ച് നോക്കാവുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ആ തരത്തിലേക്ക് മാറിയിട്ടുണ്ട് തമിഴർക്ക് ഇപ്പോഴും. പക്ഷേ അത്തരം പാരമ്പര്യങ്ങൾ അവർ മുറുകെ പിടിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ്, വളരെ പോസിറ്റീവായി പുരോഗമനാത്മകമായി കാണാവുന്ന ഒന്ന് തന്നെയാണ്.